ഹൈക്കോടതിയിൽ ജാമ്യം തേടി പാതിവില തട്ടിപ്പിൽ അറസ്റ്റിലായ KN ആനന്ദകുമാർ ഹൃദ്രോഗബാധിതനാണെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആനന്ദകുമാർ പറയുന്നു. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, നിലവിൽ ആനന്ദകുമാർ റിമാൻഡിലാണ്. സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം നടക്കേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജാമ്യം തേടി ആനന്ദകുമാർ കോടതിയിലെത്തിയിരിക്കുന്നത്. അതായത് ഇനിയുള്ള മറ്റ് കേസുകളിൽ കൂടി ആനന്ദകുമാർ അറസ്റ്റിലാകുമെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ജാമ്യം തേടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് എടുത്ത കേസിലാണ് കഴിഞ്ഞ ദിവസം ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കണ്ണൂരിലെടുത്ത കേസുമായി ബന്ധപ്പെട്ട നേരത്തെ മുൻകൂർ ജാമ്യം തേടിയിരുന്നു. ഇത് ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് മൂവാറ്റുപുഴയിലെ കേസിൽ ആനന്ദകുമാർ അറസ്റ്റിലാകുന്നത്. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് മൂവാറ്റുപുഴ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ആനന്ദകുമാർ റിമാൻഡിലാണ്. മറ്റ് കേസുകൾ, അതായത് നിരവധി കേസുകൾ ആനന്ദകുമാറിന്റെ പേരിലുണ്ട്. മൂവാറ്റുപുഴയിലുണ്ട്, കോതമംഗലത്തുണ്ട്, കണ്ണൂരിലുള്ള കേസുകൾ, അതുപോലെ ഒട്ടുമിക്ക ജില്ലകളിലും കേസുകളിൽ ഒരു പ്രധാന പ്രതി ആനന്ദകുമാർ കൂടിയാണ്. അതിനിടെ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അതായത് ഈ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ ആനന്ദകുമാറാണെന്നുള്ള സൂചനയും ലഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഈ കേസുകളിൽ മറ്റ് കേസുകളിലും ആനന്ദകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നൊരു സൂചന ആനന്ദകുമാറിനും സംഘത്തിനുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ ഒരു ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്ക് ഹൃദ്രോഗ ബാധയുള്ള ആളാണ്, അതോടൊപ്പം തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഹൃദ്രോഗ ബാധിതനാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ക്രൈംബ്രാഞ്ചിന് വ്യക്തമായ തെളിവുകൾ ആനന്ദകുമാറിനെതിരെ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ പ്രധാന ആസൂത്രകൻ ആനന്ദകുമാർ ആണെന്ന് തന്നെ പോലീസും ക്രൈംബ്രാഞ്ചും നേരത്തെ തന്നെ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ആനന്ദകൃഷ്ണന് പണം കൈമാറിയതിന്റെ രേഖകൾ പോലീസിനുണ്ട്. ഇനി ആനന്ദകുമാറിന്റെ അറസ്റ്റ്, അതിന് പിന്നാലെ തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്യാനുണ്ട്. AN രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ പദ്ധതി ആസൂത്രണം ചെയ്ത തുടക്കത്തിൽ ഇതൊരു CSR ഫണ്ട് തട്ടിപ്പിന് വേണ്ടി മാത്രമുള്ള രീതിയിൽ ആസൂത്രണം ചെയ്തതായിരുന്നു. പക്ഷേ CSR ഫണ്ട് ലഭിക്കാതെ വരികയും ആ നിലയിലുള്ള തട്ടിപ്പ് നടക്കാതെ വരികയും ചെയ്തതോടുകൂടി ഭാവിയിൽ പതിയെ CSR ഫണ്ടുകൾ കമ്പനികളിൽ നിന്ന് വാങ്ങിയെടുക്കാം, അതിനു മുൻപായി മറ്റൊരു രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലാണ് പാതിവില തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. പക്ഷേ അനന്തകൃഷ്ണനും പ്ലാൻ ചെയ്തതിനേക്കാൾ വലിയ രീതിയിൽ ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തുകയും ഒരുപാട് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട ഒന്നും കാണാതെ, അതായത് വാഹനം കിട്ടും അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കിട്ടുമെന്ന് കരുതി പകുതി പണം നിക്ഷേപിക്കുകയും ചെയ്തു. പല ജില്ലകളിലായി ഒട്ടുമിക്ക താലൂക്ക് ആസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് ഇത്തരത്തിൽ ഫണ്ട് സമാഹരിച്ചു. ഈ ഫണ്ട് ഇവർ ഉണ്ടാക്കിയ ഒരു കൺസോർഷ്യം ആ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുന്നു. കാരണം ആനന്ദകുമാർ ആസൂത്രണം ചെയ്ത ഒരു തട്ടിപ്പ് അത് നടപ്പിലാക്കിയത്, അതായത് ബ്രെയിൻ ആനന്ദകുമാറാണ്. പക്ഷേ നടപ്പാക്കിയത്, ആനന്ദകുമാറിന് വേണ്ടി പദ്ധതി നടപ്പാക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ ചെയ്തത്. വളരെ ബുദ്ധിപരമായി തന്നെ ആസൂത്രണം ചെയ്ത് ഈ പദ്ധതി നടപ്പിലാക്കി. പക്ഷേ പിന്നീട് അനന്തകൃഷ്ണന്റെ ഒരു അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഈ പദ്ധതി ഇവരുടെ കയ്യിൽ നിന്നും പാളിപ്പോയത്. പിന്നീടാണ് ജനങ്ങൾ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതും പിന്നീട് കേസുമായി പലരും പോലീസിനെ സമീപിക്കുകയും ഉണ്ടായത്. അതോടുകൂടിയാണ് തട്ടിപ്പ് കേരളം മുഴുവൻ അറിഞ്ഞത്. പിന്നീട് അനന്തകൃഷ്ണൻ അറസ്റ്റിലാവുന്നു. അതിനുശേഷം മറ്റുള്ളവരിലേക്ക് എത്തുന്നു. ആരൊക്കെയാണ് കൂട്ടുപ്രതികളെന്ന് വിവരം ലഭിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാന ആസൂത്രകനായ ആനന്ദകുമാറും അറസ്റ്റിലാവുന്നത്. എന്തായാലും ആനന്ദകുമാർ ഇപ്പോൾ ഹൈക്കോടതിയെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.